സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, 23 അക്കൗണ്ടുകൾ വഴി 450 കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലാലി വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ എത്തുന്ന സമയത്ത് പോലും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനോട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ED പരിശോധന ലാലി വിൻസെന്റിന്റെ ഓഫീസുകളിലും നടക്കുകയാണ്. എങ്ങനെയാണ് ഈ റെയ്ഡ് മുന്നോട്ട് പോകുന്നത്? സ്വാതി, നിലവിൽ 16 ഇടങ്ങളിലാണ് EDയുടെയും ക്രൈംബ്രാഞ്ചിന്റെയുമായി പരിശോധന നടക്കുന്നത്. ED 12 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലാലി വിൻസെന്റിന്റെ മറൈൻ ഡ്രൈവിലുള്ള വീട്ടിലാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ രാവിലെ 7 മണിയോടുകൂടി എത്തിയതാണ്. 5 ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് 11 ഇടങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന 4 ഇടങ്ങളിലാണ് നടക്കുന്നത്. അങ്ങനെ 16 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും ചേർന്നുകൊണ്ട് പരിശോധന നടത്തുകയാണ്. സംയുക്തമായ ഒരു പരിശോധന. ഒരുപക്ഷെ പാതിവില തട്ടിപ്പിൽ കാര്യമായി തന്നെ ക്രൈംബ്രാഞ്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ അറസ്റ്റിലേക്ക്, രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ വാങ്ങിയ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കൽ, ഇതെല്ലാം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയാവട്ടെ, രാഷ്ട്രീയക്കാരുടെ പണമിടപാടുകൾ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തില്ല. പകരം അനന്തു കൃഷ്ണന് വന്നിട്ടുള്ള പണം അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതായിരിക്കും ക്രൈംബ്രാഞ്ച് നടത്തുക. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനം കൂടി ഇപ്പോൾ ഈ കേസിന് കൈവരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഷ്ട്രീയ നേതാക്കളുടെ പണമിടപാടുകൾ സംബന്ധിച്ച് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും CPMന്റെയും BJPയുടെയും എല്ലാം നേതാക്കൾ ആരോപണ വിധേയരായിട്ടുള്ള ഒരു കേസാണിത്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പോലും പുറത്തേക്ക് വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചത്. ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. ഒപ്പം തന്നെ ആനന്ദ് കുമാറിന്റെ തിരുവനന്തപുരത്തുള്ള വസതിയിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ 16 ഇടങ്ങൾ, 4 ഇടത്ത് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുമ്പോൾ 12 ഇടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഒരു പൊളിറ്റിക്കൽ അറസ്റ്റിലേക്ക്, രാഷ്ട്രീയ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഈ ഘട്ടത്തിൽ അറസ്റ്റിലേക്കൊന്നും വേണ്ട. പകരം ഈ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പണത്തിന്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരശേഖരണം മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക. ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപ ഈ കേസുമായി ബന്ധപ്പെട്ട് വാങ്ങിയിരുന്നു. പക്ഷേ താൻ ആ പണം വാങ്ങിയത് അത് തൻ്റെ ഫീസാണ് എന്നാണ് ലാലി വിൻസെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ അഭിഭാഷകയായതുകൊണ്ട് തന്നെ എത്ര രൂപ ഫീസ് വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് ലാലി വിൻസെന്റ് തന്നെയാണ്. എന്നാൽ ഈ സീഡ് സൊസൈറ്റികൾക്ക് വേണ്ട കരാറുകൾ മുഴുവൻ തയ്യാറാക്കി കൊടുത്തിരുന്നത് ലാലി വിൻസെന്റ് ആണ്. മാത്രമല്ല, അനന്തു കൃഷ്ണന്റെ പണമിടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന ഒരാൾ ലാലി വിൻസെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലാലി വിൻസെന്റ് ഈ പണം ഏത് രീതിയിൽ പോയിട്ടുണ്ടെന്നുള്ളതിനെ കൃത്യമായ ഒരു ധാരണ ലാലി വിൻസെന്റിന് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വാങ്ങിയ പണമിടപാടുകൾ സംബന്ധിച്ചും കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇതെല്ലാം പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഒരു കൃത്യമായ രാഷ്ട്രീയ മാനം ഇപ്പോൾ ഈ കേസിന് കൈവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിത്. ECIRൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ അനന്തു കൃഷ്ണൻ ECIRൽ പ്രതികരിക്കപ്പെട്ട ആളാണ്. ആനന്ദ് കുമാറും ലാലി വിൻസെന്റും ECIRൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ 468 കോടിയോളം രൂപ 23 അക്കൗണ്ടുകളിലായി വന്നിട്ടുണ്ട്. ആ പണത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു തെളിവ് വേണം. 15,000-ലധികം വീട്ടമ്മമാരെ കബളിപ്പിച്ച കേസാണ്. സംസ്ഥാനത്ത് ഇത്രയധികം വീട്ടമ്മമാർ തട്ടിക്കപ്പെട്ട ഒരു കേസ് ഇതിനു മുൻപുണ്ടായിട്ടില്ല. സാധാരണ കുറിതട്ടിപ്പോ, അതുമല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പോ, അതുമല്ലെങ്കിൽ MLM തട്ടിപ്പോ ഒക്കെ പുറത്തു വരാറുണ്ട്. പക്ഷേ ഇത്രയധികം പേർ, 16,000-ലധികം വീട്ടമ്മമാർ, 25,000-ലധികം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ തട്ടിപ്പിന് വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇത്രയധികം ആളുകൾ തട്ടിക്കപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും അതിൻ്റെ പരിശോധനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ രാഷ്ട്രീയ ഇടപാടുകളെ സംബന്ധിച്ച്, രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധങ്ങളെ സംബന്ധിച്ച്, അവർ വാങ്ങിയിട്ടുള്ള പണത്തെ സംബന്ധിച്ച്
സംബന്ധിച്ച് അതിൻ്റെ കണക്കുകളെ സംബന്ധിച്ചൊക്കെ തന്നെയായിരിക്കും കൃത്യമായ ഒരു അന്വേഷണം നടത്തുക. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ലാലി വിൻസെൻ്റ്, സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ലാലി വിൻസെൻ്റ്. ആ ലാലി വിൻസെൻ്റിൻ്റെ വീട്ടിലും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുക. സ്വാതി. ശരി സഹീൻ.